കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ ഇക്വിറ്റി സ്കീമുകളിലും അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ വറീഡാണ്. അതിന് മെയിനായിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെക്ഷനായിട്ട് നിഫ്റ്റിയിൽ ഏകദേശം 4.5% ഇടിവ് രേഖപ്പെടുത്തി. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഏകദേശം 16.2 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് 4-5 ദിവസമായിട്ട് സംഭവിച്ചിരിക്കുന്നത്. BSE സെൻസെക്സ് ഏകദേശം 4200 പോയിന്റിൻ്റെ ഇടിവും രേഖപ്പെടുത്തി. ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് BSE സെൻസെക്സും നിഫ്റ്റിയും പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. BSE സെൻസെക്സ് ഏകദേശം 300 പോയിന്റ് പോസിറ്റീവ് സോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വരെയും ഇതേപോലെ പോസിറ്റീവ് സോണിൽ നിഫ്റ്റിയും സെൻസെക്സും കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം ഇടിവ് സംഭവിച്ചതിന് മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇറാൻ, ഇസ്രയേൽ, പാലസ്തീൻ യുദ്ധമാണ് മെയിനായിട്ടുള്ള ഒരു റീസൺ. അതുപോലെ സംഭവിക്കുന്ന അൺസർട്ടനിറ്റീസിൻ്റെ ബേസിസിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $75 മേളിലായിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് സ്വാധീനിച്ച മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ചൈന റീസെൻ്റായിട്ട് പ്രഖ്യാപിച്ച സാമ്പത്തിക ഉത്തേജന പാക്കേജുകളാണ്. അത് ചൈനീസ് ഇക്കോണമിനെ ബൂസ്റ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരെ നിക്ഷേപം വിറ്റ് ചൈനയിലേക്ക് മാറ്റുന്നു എന്നുള്ള ന്യൂസും വിപണിയെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു. ഉപരിയായിട്ട് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി കമ്മിറ്റി മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഈ ബുധനാഴ്ച, അതായത് 9-ാം തീയതി നമുക്കറിയാൻ പറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റിൽ മാറ്റം വരുത്തുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ വിപണിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റിൽ മാറ്റങ്ങൾ വരുത്തുകയില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച കാരണത്താൽ ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയണമെന്നില്ല. ഒക്ടോബർ 12-ാം തീയതി സെപ്റ്റംബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് അറിയാൻ സാധിക്കും. ജമ്മു കാശ്മീരിലും ഹരിയാനയിലും നടക്കുന്ന സ്റ്റേറ്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ, അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിലും വരും ആഴ്ചകളിലും കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരാനിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പല പ്രമുഖ കമ്പനികളും ഇതിനകം അവരുടെ ക്വാർട്ടർലി റിസൾട്ട് പബ്ലിഷ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന വലിയൊരു ഘടകമാണ് കമ്പനികളുടെയും മറ്റും ക്വാർട്ടർലി റിസൾട്ട്. ഞാനിവിടെ വിശദീകരിച്ച കാര്യങ്ങളാണ് മെയിനായിട്ടും നമ്മുടെ വിപണിയെ സ്വാധീനിച്ചത്. അതിനോടൊപ്പം തന്നെ വരും ആഴ്ചകളിൽ നമ്മുടെ വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ചില കാര്യങ്ങളും നമ്മളിവിടെ സംസാരിച്ചു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ എപ്പോഴും സംസാരിക്കുന്നത് പോലെ നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ വിപണിയിൽ സംഭവിക്കുന്ന ഹ്രസ്വകാല ചാഞ്ചാട്ടങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെയോ അല്ലെങ്കിൽ അസറ്റ് അലോക്കേഷനെയോ ബാധിക്കാതിരിക്കുക. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്ററാണ്, നിങ്ങൾ ലോങ് ടൈമിലേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വിപണിയിൽ ഇതുപോലെ ഹ്രസ്വകാലങ്ങളിൽ സംഭവിക്കുന്ന ചാഞ്ചാട്ടങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുക. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലും റീസെൻ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ നെഗറ്റീവായിട്ടുണ്ടാവാം. റീസെൻ്റായിട്ട് നിങ്ങൾ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളിൽ പലപ്പോഴും നിങ്ങൾക്ക് മൈനസ് റിട്ടേൺ ലഭിച്ചിട്ടുണ്ടാവാം. ഇതിനെ വലിയ കാര്യമായിട്ട് എടുക്കാതെ നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ ഏരിയയിലെ വിദഗ്ധരായിട്ടുള്ള വ്യക്തികൾ അഭിപ്രായപ്പെടുന്നത്. നിങ്ങൾ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളുടെ പെർഫോമൻസ് ഓരോ ദിവസവും നിങ്ങൾ അനലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അത് വാച്ച് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും മാനസികമായിട്ട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും പല സമയങ്ങളിലും നിങ്ങളുടെ നിക്ഷേപം നഷ്ടത്തിൽ പിൻവലിക്കാനായിട്ട് അത് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഷോർട്ട് ടൈമിൽ വിപണിയിൽ ഇതേപോലെ നടക്കുന്ന ചാഞ്ചാട്ടങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ഒറിജിനൽ അസറ്റ് അലോക്കേഷനുമായിട്ട് മുന്നോട്ട് പോകുക. ചൈന കഴിഞ്ഞ ദിവസം അവരെ സാമ്പത്തിക മേഖലയിൽ ഒരുപാട് ഉത്തേജന പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൈന പ്രഖ്യാപിച്ച ഉത്തേജന പാക്കേജ് പല സെക്ടറിലും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇൻഷുറൻസ് സെക്ടർ, അതേപോലെ ഇലക്ട്രിക് വെഹിക്കിൾസ്, റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ സെക്ടറുകളിലെല്ലാം ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഈ സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളുടെ പ്രവർത്തനത്തെയും അത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ ഒരു കാരണത്താലാണ് മെയിനായിട്ടും ചൈനീസ് മാർക്കറ്റിൽ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ വൻ മുന്നേറ്റം നേരിട്ടത്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് നമ്മൾ ചെയ്യുമ്പോൾ
വിവിധ കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. അതിലൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സാധാരണയായിട്ട് ഇന്ത്യയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പല മ്യൂച്വൽ ഫണ്ടുകളും, ഇതിൽ പല ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളും വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റു പല മ്യൂച്വൽ ഫണ്ടുകളുടെയും യൂണിറ്റ്സുകൾ വാങ്ങി ഫണ്ട് ഓഫ് ഫണ്ട് എന്ന രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ചില മ്യൂച്വൽ ഫണ്ടുകൾ ETF അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളിലും പ്രധാനമായിട്ട് എടുത്തു പറയുന്ന അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഓവർസീസ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ചൈന മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ചൈനയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മിക്കവാറും എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും ഇൻഡീസസ് വളരെയധികം കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പല മ്യൂച്വൽ ഫണ്ടുകളും ചൈന മാർക്കറ്റിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് ചൈനീസ് മാർക്കറ്റിൽ നിക്ഷേപം നടത്തുന്ന ചില മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെ കുറിച്ചാണ്. ഇന്ത്യയിൽ നിന്ന് 5 മ്യൂച്വൽ ഫണ്ട് ഹൗസുകളാണ് ചൈന മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ടുള്ള ഫണ്ടുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് 3 തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താം. ഒന്ന് ഫണ്ട് ഓഫ് ഫണ്ട് റൂട്ട്, 2 ETFകൾ വാങ്ങാം, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ബ്രോക്കറേജ് അക്കൗണ്ട്, ഇന്ത്യയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്റ്റോക്കുകളും മറ്റും വാങ്ങാനായിട്ടുള്ള ബ്രോക്കറേജ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ ബ്രോക്കറേജ് അക്കൗണ്ടുകളുടെ സഹായത്തോടു കൂടി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയറുകളും സെക്യൂരിറ്റികളും ETFകളും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. RBIയുടെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരു വർഷം $2.5 ലക്ഷം വരെയും വിദേശത്തേക്ക് അയക്കുകയും ആ പണം ഉപയോഗിച്ച് ഇതേപോലെയുള്ള ഷെയറുകളോ സെക്യൂരിറ്റികളോ വാങ്ങാനായിട്ടുള്ള അവസരവുമുണ്ട്. ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത് ഫണ്ട് ഓഫ് ഫണ്ട്, അതായത് ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. മിറേയ് അസറ്റ്, ഹാങ്സെങ് ടെക് ETF ഫണ്ട് ഓഫ് ഫണ്ട് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഏകദേശം 33.43% റിട്ടേൺസ് കൊടുത്തു. എഡിൽവൈസ് ഗ്രേറ്റർ ചൈന ഇക്വിറ്റി ഓഫ്ഷോർ ഫണ്ട് ഏകദേശം 17.26% റിട്ടേൺസ് ആണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ജനറേറ്റ് ചെയ്തത്. മിറേയ് അസറ്റ് ഹാങ്സാങ് ടെക് ETF 29.15%, ആക്സിസ് ഗ്രേറ്റർ ചൈന ഇക്വിറ്റി ഫണ്ട് ഓഫ് ഫണ്ട് 15.61%, നിപ്പോൺ ഇന്ത്യ ETF ഫണ്ട് ഏകദേശം 11.51% കഴിഞ്ഞ ഒരു ആഴ്ച കൊണ്ട് ജനറേറ്റ് ചെയ്ത റിട്ടേൺസ്. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ 5 ഫണ്ടുകളാണ്. എഡിൽവൈസ് ഗ്രേറ്റർ ചൈന ഇക്വിറ്റി ഓഫ്ഷോർ ഫണ്ട് 2017 മുതൽ ഓപ്പറേഷനിലുള്ള ഒരു ഫീഡർ ഫണ്ടാണ്. ഇതൊരു ഫീഡർ ഫണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് JP മോർഗൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലാണ്. ഈ JP മോർഗൻ ഫണ്ട് ഏകദേശം 23 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങി ലോങ് ടേമിലേക്ക് ഒരു ഹിസ്റ്ററി ഉള്ള ഒരു ഫണ്ടാണ്. ഈ ഫണ്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടിൽ ഏകദേശം 65% ചൈന മാർക്കറ്റിലും 10% ഹോങ്കോങ്ങിലും അതേപോലെ തന്നെ ബാലൻസ് വരുന്ന 25% തൈവാൻ മാർക്കറ്റിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഫണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം 60 സ്റ്റോക്കുകളാണ്. ഇത് ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൻ്റെ രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് മാർക്കറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, പല സെക്ടറുകളിൽ പെർഫോം ചെയ്യുന്ന 60 കമ്പനികളിലാണ് നിക്ഷേപം നടത്തുന്നത്. ചൈനീസ് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നെഗറ്റീവ് റിട്ടേൺസ് ആണ് തന്നിരുന്നത്. ഞാനും എഡിൽവൈസ് ഗ്രേറ്റർ ചൈന ഇക്വിറ്റി ഓഫ്ഷോർ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിരുന്നു. പക്ഷേ എൻ്റെ നിക്ഷേപം ഞാൻ ഏകദേശം ഒരു 1.5 വർഷങ്ങൾക്ക് മുന്നേ വിഡ്രോ ചെയ്തതാണ്. കാരണം ചൈനീസ് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് മോശമായി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിൻ്റെ റിട്ടേൺസ് നെഗറ്റീവ് സോണിലേക്ക് കടന്നപ്പോൾ ഞാൻ ഈ ഫണ്ട് വിഡ്രോ ചെയ്യുകയാണ് ചെയ്തത്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെയുള്ള ന്യൂസുകൾ സോഷ്യൽ മീഡിയകളിൽ നിന്നും മറ്റും ലഭിക്കുമ്പോൾ അവർ ഇതേപോലെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരും. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 20 മുതൽ 30% റിട്ടേൺസ് ഈ ഫണ്ട് നേടിക്കൊടുത്തു എന്ന് പറഞ്ഞ് ഇത് ഫ്യൂച്ചറിലേക്ക് നിലനിർത്തണമെന്നില്ല. എസ്പെഷ്യലി ചൈനീസ് മാർക്കറ്റിൽ ചൈനീസ് ഗവൺമെൻറ് അനൗൺസ് ചെയ്ത സാമ്പത്തിക ഉത്തേജന പാക്കേജിൻ്റെ ബേസിസിലാണ് ഇത്രയും കൂടുതൽ ചൈനീസ് മാർക്കറ്റിൽ സ്റ്റോക്ക് പ്രൈസ് കൂടിയതും ഇതേപോലെയുള്ള ഫണ്ടുകളുടെ NAVയിൽ അപ്രിസിയേഷൻ വന്നതും. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെയുള്ള മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ 2 വട്ടം ആലോചിക്കുക. യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലും മറ്റും ഇതേപോലെയുള്ള ന്യൂസുകൾ വ്യാപകമായിട്ടുണ്ട്. നിങ്ങളൊരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഇൻവെസ്റ്ററാണ്,
അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിങ്ങൾക്കൊരു എക്സ്പോഷർ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നാൽ ഓവർസീസ് മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആദ്യത്തെ പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് US മാർക്കറ്റിനാണ്. ഡെവലപ്ഡ് മാർക്കറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മാർക്കറ്റ് ഇപ്പോഴും US മാർക്കറ്റ് തന്നെയാണ്. എമർജിംഗ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയോടൊപ്പം തന്നെ ചൈനയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ ചൈനയിൽ ഈ റീസെൻ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാമ്പത്തിക ഉത്തേജന പാക്കേജിൻ്റെ ഇമ്പാക്റ്റ് എത്ര നാൾ നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ കെയർഫുൾ ആകണം. അതോടൊപ്പം തന്നെ ഓവർസീസ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതിന് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. RBIയുടെ റെസ്ട്രിക്ഷൻ അനുസരിച്ച് $7 ബില്യൺ കൂടുതൽ ഓവറോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഇതേപോലെയുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഫണ്ടുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന പല ഫണ്ട് ഹൗസുകളും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് ലിമിറ്റ് എക്സീഡ് ചെയ്തത് കാരണം നിർത്തിവെച്ചിരിക്കുകയാണ്. എങ്കിലും പല മ്യൂച്വൽ ഫണ്ടുകളും ഇപ്പോൾ SIP റൂട്ടിലും ലംസം എമൗണ്ടും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ലിമിറ്റ് ഏത് സമയം വേണമെങ്കിലും എക്സീഡായി ഈ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഫർദറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് നിർത്തിവെക്കാൻ പറ്റും. ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ പല മ്യൂച്വൽ ഫണ്ടുകളുടെ പേരുകൾ മെൻഷൻ ചെയ്തു. അത് ആ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം, എസ്പെഷ്യലി ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള നിക്ഷേപം വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.